ഹലോ ഗൈസ്, എല്ലാവർക്കും ദിവ്യാസ് മിനി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ നിങ്ങളോടെല്ലാം താങ്ക് യു പറയുന്നത്. നമുക്ക് 1K സബ്സ്ക്രൈബറായി, നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത്രയും പെട്ടെന്ന് 1K ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഇനി ഈ വീഡിയോസും ബാക്കിയുള്ള വീഡിയോസെല്ലാം കണ്ടിട്ട് നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കാണുന്നവരായാലും അതിന് മുന്നിലുള്ള വീഡിയോ കാണുന്നവരായാലും നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും എല്ലാം തരണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് നമ്മൾ ആരാണ്, എന്താ, എങ്ങനെയാണ്, ഏടിയാ ഒന്നും ആർക്കും അറിയില്ല. നമ്മളിതുവരെ പറഞ്ഞിട്ടുമില്ല. നമ്മളൊരു 1K ആയിട്ട് പറയാൻ വെച്ചിട്ടാണ് നമ്മളത് പറയേണ്ടത്. ഇത്രയും ദിവസം അപ്പോൾ ആയിട്ട് പറഞ്ഞു തുടങ്ങിക്കോ. നമ്മള് പേരാദ്യം പറയാം. എൻ്റെ പേര് ആദിത്യ, എൻ്റെ പേര് ദിവ്യശ്രീ, വർഷ. നമ്മൾ 3 പേരും കണ്ണൂരുകാരാണ്. നമ്മൾ 3 പേരും ഒരുമിച്ച് പഠിച്ച് ഫ്രണ്ട്സാണ്. മെയിൻലി സിസ്റ്റേഴ്സ് അല്ല, ഫ്രണ്ട്സാണ് ഞങ്ങൾ 3 പേരും. ഒരു 6-7 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്. 8 വർഷം 8 വർഷത്തോളം കറക്റ്റ് പറഞ്ഞാൽ 8 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മളത്. മീൻസ് നമ്മൾ എറണാകുളത്ത്, നമ്മളിപ്പം വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. നിങ്ങൾ വിചാരിക്കും ദിവ്യാസ് മിനി വ്ളോഗ്സ് എന്നല്ല എഴുതിയിട്ട് ഇവർ രണ്ടാളും എങ്ങനെയാ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷെ ഇത് നമ്മളെ 3ആളെയും യൂട്യൂബ് ചാനലാണ്. ജസ്റ്റ് എൻ്റെ ഫോണിൽ തുടങ്ങി ആ പേരിട്ടേ ഉള്ളൂ. പെട്ടെന്ന് എന്ത് പേരിടണമെന്ന് പോലും നമുക്കറിയാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു പേരിട്ടേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ മാറുമായിരിക്കാം, അല്ലെങ്കിൽ അത് തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പേരിട്ടതിനെ കൊണ്ട് നമുക്ക് 3ആൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ഇവളാണ്, വർഷ. സപ്പോർട്ട് ചെയ്യുന്നത് ആദിത്യ. അതായത് എല്ലാവർക്കും ചെയ്യാനാകുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടി. അതെ, ഇപ്പം അപ്പൊ കുറേ സമയം അപ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഷമാണ്. അതായത് പെട്ടെന്ന് നമ്മളിപ്പം കുറെ ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കൽ മാത്രമേ ലൈഫിൽ എന്ത് കാര്യത്തിൽ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞു, അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയതാണ് ഈ ചാനൽ. അത് മാത്രല്ല, ഇപ്പൊ ഈ ഒരു 2.5 മാസം കൊണ്ട് തന്നെ അതൊരു 1K ആയി. നമ്മൾ അത് സെലിബ്രേറ്റ് പോലും ചെയ്തിട്ടില്ല. നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുകയും ചെയ്തു. സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാര് നമ്മളെ മുന്നിലുണ്ട്. പക്ഷെ നമ്മള് ഫസ്റ്റ് തന്നെ കുറേ പേരോട് സബ്സ്ക്രൈബ് ചെയ്യോന്ന് ചോദിച്ചിട്ട് നമ്മള് പുറകെ നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. നിനക്കൊന്നും വേറെ പണിയില്ലേ? ഞങ്ങളെ ഓഫീസിൽ തന്നെ എത്രയോ പ്രാവശ്യം സെലിബ്രിറ്റി ആയി പോയോ, നമ്മളെ അറിയുന്നവരാണ് നമ്മളോട് കൂടുതൽ അങ്ങനെ ആക്കി ചോദിക്കുന്നത്. അതെ, നിങ്ങൾ സെലിബ്രിറ്റി ആയിപ്പോയോ, ദിവ്യന്റെ ഫോണിൽ ഇപ്പൊ കുറെ കോള് വരും, മീൻസ് അങ്ങനത്തെ. അപ്പം ഞാൻ പറഞ്ഞത് ഇന്നായില്ലെങ്കിൽ നാളെ ഒരു ദിവസം നമ്മളാക്കും. ഇതിപ്പോ ഞാനായാലും ഇവളായാലും നമുക്ക് അതായത് സെലിബ്രിറ്റി എന്നല്ല, ഇപ്പൊ നമ്മളെ ഒരു 10 ആൾ അറിയുന്നുണ്ട് എന്ന് അറിയുമ്പോ തന്നെ, നമ്മള് റോഡിലൂടെ നടക്കുമ്പോ തന്നെ ഒരാള് വന്നിട്ട് ചാനലിൽ ഇല്ലേ എന്നുള്ളത് ചോദിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അപ്പൊ നമ്മൾ മെയിനായിട്ട് ഇന്ന് വീഡിയോ എടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്ത് വന്നിട്ട് നമുക്കുണ്ടായ അനുഭവങ്ങൾ, പിന്നെ നമ്മളെ സിറ്റുവേഷൻസ്, ഓരോ സിറ്റുവേഷൻസ് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് വരും, ഒരു സിറ്റിയിലേക്ക് വരുമ്പോൾ അതെല്ലാം നമ്മൾ എങ്ങനെ ഫേസ് ചെയ്തത്, എങ്ങനെ മാറ്റി, ലാസ്റ്റ് എങ്ങനെ നമ്മൾ ഈ യൂട്യൂബിലേക്ക് എത്തിച്ചേർന്ന്, ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്, അതായത് കറക്റ്റ് പറഞ്ഞാൽ 2022 ജൂലൈ 30 നമ്മൾ എറണാകുളത്ത് വന്നത്. അതായത് രാവിലെ 5 മണിക്ക് കഷ്ടപ്പെട്ട്, അതായത് ഇതുവരെ ട്രെയിനിലൊന്നും കയറിയിട്ടില്ല. ഇവർ രണ്ടാളും അതിന് മുന്നേ, അതായത് ലൈഫിൽ ആ ഒരു ടൈമാണ് ഫസ്റ്റ് ടൈമാണ് ഇവർ ട്രെയിനിൽ കയറുന്നത്. അതായത് ആ എക്സൈറ്റ്മെന്റ് ഉണ്ട്. വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിൽക്കുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഹോസ്റ്റല്, നമ്മൾ വീഡിയോസ് കാണുന്ന ആ ഒരു ഭയങ്കര, അത് നമുക്ക് 3ആൾക്ക് ഒരുമിച്ച് നിൽക്കാം, അങ്ങനത്തെ എല്ലാം മൈൻഡ് ചെയ്യുന്നു നമുക്ക്. അന്നേരം പക്ഷെ നമുക്കിങ്ങനെ വീട്ടിൽ നിന്ന് മാറിക്കൊന്നും ഭയങ്കര എങ്ങനെയൊന്നും അറിയില്ലല്ലോ, ആഗ്രഹിക്കുന്നുണ്ടാവില്ല.
അങ്ങനെ മാറി. അപ്പോൾ അന്ന് രാവിലെ എൻ്റെ അച്ഛൻ ഇവർ രണ്ട് ഏട്ടന്മാരാണ് വന്നത് നമ്മളെ കൊണ്ടാക്കാനെല്ലാം. വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മളെ മൂന്നാളുടെ വീട്ടിൽ നിന്നാലും വിടാനുള്ള കാരണം എന്റെ വീട്ടിലാണെങ്കിൽ ഇവരുണ്ട്, ഇവളുടെ വീട്ടിലാണെങ്കിൽ നമ്മളുണ്ട്. നമ്മളെ മൂന്നാളെയും ഭയങ്കര ഇതാ മീൻസ് ആ ബോണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളെങ്ങനെ എറണാകുളത്ത് വന്നോട്ടേ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അന്ന് രാവിലെ പുറപ്പെട്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. അതായത് കണ്ണൂര് നിഷ്കളങ്കമായ ഒരു സ്ഥലത്തുനിന്ന്, അതായത് സത്യം പറയാൻ നമുക്ക് കള്ളെന്ന് പറയും, മീൻസ് നമ്മളാരും ഇതുവരെ അങ്ങനെ മനസ്സറിഞ്ഞ് ചതിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് സിറ്റിയിലേക്ക് പറിച്ച് നടക്കുമ്പോൾ നമുക്കുണ്ടായ ഒരു ഫീലിങ്സ് അത് പറഞ്ഞത് പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണ്, നമ്മൾ നിർബന്ധിച്ചിട്ട് തന്നെ വന്നതാണ്. പക്ഷേ അങ്ങനെ ഇവിടെ വന്ന് നമുക്കുണ്ടായ കുറേ അനുഭവങ്ങളുണ്ട്. കുറേ അത് പറഞ്ഞാൽ നമുക്ക് നാളെ പ്രശ്നമാകുമോയെന്ന് വരെ നമുക്ക് പേടിയുണ്ട്. പക്ഷെ അത് നിങ്ങളോട് ഷെയർ ചെയ്യണം നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതായത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ മീൻസ് വേറൊരു പെൺകുട്ടികൾ അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഹോസ്റ്റൽ ലൈഫ് ആവട്ടെ, വേറൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമുക്കുണ്ടായത് വലിയൊരു ചതിയായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അച്ഛനും അമ്മയുള്ള ഒരു പാവങ്ങള് പൊട്ടന്മാരാണ് പ്രത്യേകിച്ചും അങ്ങനെയാണ്. എന്ത് പറഞ്ഞാലും അപ്പ അവരെ വിശ്വസിക്കും, അവര് പറ്റിക്കൂല എന്നുള്ള ആ ഒരു മൈൻഡാണ്. നമ്മളിവിടെ വന്ന് ട്രെയിനെല്ലാം ഇറങ്ങി അപ്പൊ ഈ സിറ്റി കണ്ട എക്സൈറ്റ്മെന്റിൽ വേഗം ഓട്ടോയില് പാഞ്ഞും കയറി. അതായത് ട്രെയിന് നോക്കണോ, സ്ഥലം നോക്കണോ, ആൾക്കാരെ നോക്കണോ, ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മള് പഠിക്കാൻ വന്ന കോളേജിന്റെ പേര് മാത്രമേ നമുക്ക് ആകെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇവളും എൻ്റെ അച്ഛനും ഒരു ഓട്ടോയിൽ കയറി, ഇവളും ഇവളായിട്ട് അങ്ങനെ നമ്മൾ 2 ഓട്ടോയിലായി കയറി നമ്മൾ പാലാരിവട്ടം എത്തിയതാണെങ്കിൽ നമ്മളെ കഥ ടേണിംഗ് പോയിന്റിൽ എത്തിച്ച സ്ഥലത്താണ് ദൈവം നമ്മളെ ആദ്യം കൊണ്ട് നിർത്തിച്ചതും നമ്മളെ കഥയിലേക്ക് ടേണിംഗ് പോയിന്റ് ഇട്ട ഒരു സ്ഥലമാണ്. ലൈഫിൽ നമ്മൾ ഒരിക്കലും മറക്കാത്തതും അത്രയും വലിയ വർഷം കഴിഞ്ഞാലും നമ്മൾ മറക്കൂല, ജീവിതത്തിൽ മറക്കൂല. കാരണം എറണാകുളത്ത് വന്നിട്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവങ്ങളുടെ ഒരു അനുഭവം അത് നിങ്ങളോട് പങ്കുവെക്കണം നമുക്കുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ എത്തിയ ആ ടേണിംഗ് പോയിന്റ് ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു. ഇതുവരെ പോലീസ് സ്റ്റേഷൻ കാണാത്ത നമ്മൾ ആദ്യമായിട്ട് മീൻസ് കണ്ടിട്ടുണ്ട്, അടുത്ത് നമ്മൾ പോയി അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് നമ്മള് ഓട്ടോ പോലീസ് സ്റ്റേഷന്റെ അടുത്തല്ലായിരുന്നു നമ്മുടെ ഇത് വരുന്നത്, കോളേജ് പഠിക്കുന്ന കോളേജ് വരുന്നത് അതിന്റെ അടുത്തായിരുന്നില്ല. എന്നിട്ടാണ് അവർ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ നിർത്തിയത്. അത് വളച്ചു ചുറ്റി പോലീസ് സ്റ്റേഷനിൽ ഇവിടുന്ന് പോയാൽ മതി, ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞ് അവര് മേടിച്ച പൈസ ആണെങ്കിൽ 250 രൂപ. 2 ഓട്ടോകളിലാണ് 500 രൂപ മേടിച്ചു. പക്ഷെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വെറും 100-150 രൂപയുടെ സാധനമാണ് പൈസക്കാണ് അവര് 250 രൂപ എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നത് എറണാകുളത്ത് വരുന്ന ഫസ്റ്റ്, അതായത് ഇവിടെയുള്ള എല്ലാം മലയാളികളാണ്. പക്ഷെ മറ്റു മലയാളികളെ പറ്റിക്കാനാണ് മറ്റു മലയാളികൾ നോക്കുന്നതെന്ന് പറയുന്നത് നമുക്കുണ്ടായ ഒരു സങ്കടവും വിഷമമല്ല. ഇത് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ആ ഒരു ചെറിയ എമൗണ്ട് കൂട്ടി പറഞ്ഞിട്ട് അവർക്ക് എന്ത് കിട്ടിയെന്നും നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എത്തിയത് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ്. ആ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെയാണ് നമ്മളെ കഥ തുടങ്ങുന്നത്. എറണാകുളത്ത് വന്നിട്ട് നമ്മളെ ലൈഫ് തുടങ്ങിയതും പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ്. ആ പാർട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. വീഡിയോ ആയി പോകും, നിങ്ങൾക്ക് ഇത് കേൾക്കാനും സമയം ഉണ്ടാവില്ല. അപ്പം നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടായിട്ട് ഇത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇപ്പം ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.